വെള്ളത്തിന് വല്ലാത്ത ദാഹമുണ്ട്, വിശക്കുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ ആരുമില്ല, എന്നാൽ നമ്മൾ വെള്ളം കുടിക്കുന്നില്ല, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇതാരും കാണുന്നില്ലെങ്കിലും ജഗന്നിയന്താവായ നാഥൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്ത, അതാണ് നോമ്പെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. നാഥന്റെയും അടിമയുടെയും ഇടയിലുള്ള രഹസ്യമാണ് നോമ്പെന്ന് പറയുന്നത്. എന്റെ ജീവിതത്തിലുടനീളം ആ ഒരു ബോധം, എന്റെ ജീവിതത്തെ ദൈവം തമ്പുരാൻ ജഗന്നിയന്താവായ നാഥൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധം, അതാണ് ആത്മീയതയുടെ പൂർണ്ണത എന്ന് പറയുന്നത്. ആ പൂർണ്ണമായ ആത്മീയ ചൈതന്യം ജീവിതത്തിലുടനീളം നിലനിർത്തുക, അതിനുവേണ്ടിയാണ് റമദാൻ. റമദാനിലൂടെ ഈ ആത്മീയതയുടെ പൂർണ്ണതയാണ് വിശ്വാസികൾ ആസ്വദിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തേത് റമദാൻ അനുഭവിക്കുകയാണ്. വിശ്വാസി റമദാന്റെ അതിന്റെ ആത്മീയത ആസ്വദിക്കുകയാണ്. രണ്ടാമത്തേത്, ഈ വിശ്വാസി റമദാൻ ആസ്വദിക്കുമ്പോൾ ഈ റമദാനെ ലോകം മുഴുവൻ അനുഭവിക്കുകയാണ്. അതിന്റെ ചൈതന്യത്തെ ലോകം മുഴുവൻ അനുഭവിക്കുകയാണ്. അങ്ങനെ ലോകത്തിന് മുഴുവൻ ആത്മീയമായ അനുഭവം നൽകുന്നതാണ് റമദാൻ എന്ന് പറയുന്നത്. അതാണല്ലോ റമദാനെ സംബന്ധിച്ച് പറഞ്ഞത് അസ്യാമ ജന്ന, നോമ്പൊരു പരിചയമാണ്. അതുകൊണ്ട് നിങ്ങളോട് ഇങ്ങോട്ട് ആരെങ്കിലും ചീത്ത വിളിക്കാൻ വന്നാൽ പോലും ഒരാൾ ഇങ്ങോട്ട് ചീത്ത വിളിക്കാൻ വന്നാൽ, അല്ലെങ്കിൽ ആക്രമിക്കാൻ വന്നാൽ, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ ആത്മസംഘടന കൈകൊള്ളട്ടെ. അത് ക്ഷമയുടെ മാസമാണ്. ക്ഷമയുടെ പ്രതിഫലം സ്വർഗം മാത്രമാണ്. ക്ഷമയും ആത്മനിയന്ത്രണവും ഇതാരാണ് അനുഭവിക്കുന്നത്? വിശ്വാസിയുടെ ഈ ക്ഷമയും വിശ്വാസിയുടെ ഈ ആത്മനിയന്ത്രണവും അത് ലോകത്തിന് അനുഭവിക്കാനുള്ളതാണ്. അത് വിശ്വാസിയുടെ സൽസ്വഭാവമായിട്ട് രൂപാന്തരപ്പെടുകയാണ്. നിങ്ങൾ ജഗന്നിയന്താവായ നാഥൻ നിങ്ങളെ പഠിപ്പിച്ച ആ ഒരു ഉന്നതമായ സ്വഭാവമുണ്ടല്ലോ, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും ഈ അനുഭൂതി അത് ലോകത്തിന് മുഴുവൻ വിശ്വാസിയുടെ സ്വഭാവമായിട്ട്, ആ സ്വഭാവത്തിന്റെ നൈർമല്യമായിട്ട് അനുഭവിക്കുവാൻ കഴിയുകയാണ്. അക്ബറുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള എല്ലാവരോടും, പള്ളിയിലുള്ളവരോട്, വീട്ടിലുള്ളവരോട്, അങ്ങാടിയിലുള്ളവരോട്, ഓഫീസിലുള്ളവരോട്, എല്ലാവരോടും നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം, ആ ഒരു ആത്മീയ ചൈതന്യം സമ്മാനിക്കുന്ന മാസമാണ്. ലോകം മുഴുവൻ വിശ്വാസിയുടെ ഈ ആത്മനിയന്ത്രണത്തിന്റെയും ക്ഷമയുടെയും ആഴം അനുഭവിക്കുകയാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞു, വിശ്വാസി ഈ റമദാന്റെ ആത്മീയതയുടെ പൂർണ്ണത ആസ്വദിക്കുന്നു. രണ്ടാമത്തേത്, വിശ്വാസിയുടെ ആത്മീയത ലോകം മുഴുവൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതാണ് റമദാന്റെ രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഇത് ഖുർആന്റെ മാസമാണ്. ഷഹ്റുൽ ഖുർആനാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യാസത്യ വിവേചന ഗ്രന്ഥമായി, ജനങ്ങൾക്കുള്ള സന്മാർഗമായി ഖുർആൻ അവതീർണമായിട്ടുള്ള മാസമാണ് റമദാൻ. ഖുർആന്റെ പ്രചാരകരായിട്ട് നമ്മൾ മാറണം. അതാണ് മൂന്നാമതായിട്ട്. ഖുർആന്റെ മാസത്തിൽ ഖുർആന്റെ പ്രചാരകരായി, ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമോഫോബിയുടെ ഭാഗമായിട്ട് ലോകത്തിൽ രൂപാന്തരപ്പെട്ടിട്ടുള്ള നിരവധി തെറ്റിദ്ധാരണകളുണ്ട്. ഖുർആന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട്, ഖുർആന്റെ പ്രചാരകനായി നിന്നുകൊണ്ട് ആ തെറ്റിദ്ധാരണകളെ തിരുത്താനുള്ള വലിയൊരു അവസരമായി ഈ റമദാൻ മാസത്തെ നന്നായി പ്രയോജനപ്പെടുത്താം. 3 കാര്യങ്ങളെ പറഞ്ഞു. ഒന്ന്, ആത്മീയതയുടെ പൂർണ്ണത വിശ്വാസിക്ക് അനുഭവിക്കാനുള്ള വലിയൊരു അവസരമാണ് റമദാൻ. ആ വിശ്വാസിയുടെ ആത്മീയതയുടെ ആഴം അത് ഈ ലോകത്തിന് മുഴുവനും, സഹോദര സമുദായങ്ങളടക്കം, മനുഷ്യർക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്ക് പോലും അനുഭവിക്കാൻ കഴിയുന്ന
വല്ലാത്ത ഒരു ആത്മീയമായ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന മാസങ്ങളാണ്. മൂന്നാമത്തേത് ഖുർആനിന്റെ വാർഷികാചരണം എന്നുള്ള നിലയ്ക്ക് ഖുർആനിന്റെ പ്രചാരകരായി ഇസ്ലാമിനെ സംബന്ധിച്ച് കാലാന്തരത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തി കൊടുക്കുവാൻ ഉള്ള നല്ലൊരു അവസരമായി റമളാനെ നമ്മൾ നന്നായി പ്രയോജനപ്പെടുത്തുക. അല്ലാഹു തആല നല്ല ഒരു തീരുമാനത്തിലേക്ക് അധികം താമസിയാതെ തന്നെ എത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് പെട്ടെന്ന് തന്നെ ഇവിടെ പ്രഖ്യാപിക്കുന്നില്ല. കാരണം പെട്ടെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഒരു അനൗചിത്യമുണ്ട്. കാരണം ആളുകളെ എത്രയും വിളിച്ചു കൂട്ടുന്നു, അത് നമ്മൾ എല്ലായിടത്തും ആലോചിക്കുക എന്ന് പറയുന്ന നമ്മുടെ ഒരു ബാധ്യതയാണ്. ആ നിലക്ക് ആലോചനകൾ അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാരെ